മനുഷ്യന് ഉത്തരം കിട്ടാത്ത നിരവധി പ്രതിഭാസങ്ങളും അത്ഭുതങ്ങളുമുണ്ട് ഭൂമിയിൽ. അതിലൊന്നാണ് റഷ്യയിലെ യാക്കുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ബറ്റാഗേക്ക ഗർത്തം. ശാസ്ത്രലോകത്തെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസം. ലോകത്തിലെ ഏറ്റവും വലിയ പെർമാഫ്രോസ്റ്റ് സ്ലംപ് അഥവാ മെഗാ സ്ലംപ് ആയാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 1960കളിൽ പ്രദേശത്തെ വനങ്ങൾ വെട്ടിത്തെളിച്ചതിനെ തുടർന്ന് അടിയിലെ ഉറഞ്ഞ മണ്ണ് പ്രകാശമേറ്റ് ഉരുകാൻ തുടങ്ങിയതാണ് ഇതിന്റെ തുടക്കം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഞ്ഞുപാളികൾ ഉരുകി ഭീമാകാരമായ രീതിയിൽ നിലം ഇടിഞ്ഞതാണ് ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാതാളത്തിലേക്കുള്ള വാതിൽ അഥവാ ഗേറ്റ്വേ ടു ഹെൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രൂപം പ്രാപിച്ച ഈ ഭീമൻ ഗർത്തം ഇന്ന് വൻതോതിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 1 കിലോമീറ്ററോളം നീളവും 80 മുതൽ 100 മീറ്റർ വരെ ആഴവുമുണ്ട് ഇതിന്. ആകാശത്തു നിന്നും ഡ്രോൺ ദൃശ്യങ്ങളിലൂടെ നോക്കിയാൽ ഭൂമിയിൽ പതിഞ്ഞ വലിയൊരു മുറിവ് പോലെയാണ് ഈ ഭീമൻ കുഴി കാണപ്പെടുന്നത്. വർഷം തോറും ഇതിന്റെ വലുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവുമാണ് ഈ വിചിത്ര പ്രതിഭാസത്തിന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നതെന്നാണ് നിഗമനം. വേനൽക്കാലത്ത് ശക്തമായ സൂര്യപ്രകാശമേറ്റ് ഉപരിതലത്തിലെ മണ്ണ് ചൂടാവുകയും തുടർന്ന് ഭൂമിക്കടിയിലെ വർഷങ്ങൾ പഴക്കമുള്ള മഞ്ഞുപാളികൾ ഉരുകിത്താഴുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയ്ക്ക് ആക്കം കൂടുമ്പോൾ അടിത്തട്ടിലെ മണ്ണും പാറകളും ഇടിഞ്ഞു താഴുന്നതാണ് ഇത്തരം വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമെന്നാണ് കണ്ടെത്തൽ. വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ മഞ്ഞുരുകുമ്പോൾ ഈ ഗർത്തത്തിന്റെ അകത്തുനിന്നും വലിയ ശബ്ദങ്ങളും വിള്ളലുകൾ രൂപപ്പെടുന്നതിന്റെ ഞെട്ടിക്കുന്ന ഒച്ചകളും കേൾക്കാറുണ്ട്. ഈ ഭയപ്പെടുത്തുന്ന പ്രതിഭാസം കാരണമാണ് പ്രദേശവാസികൾക്കിടയിൽ ഇതിന് പാതാളത്തിലേക്കുള്ള വാതിൽ എന്ന പേര് നേടിക്കൊടുത്തത്. എന്നാൽ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗർത്തം ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച് നിരവധി അറിവ് പകരുന്ന ഒരിടം കൂടിയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മഞ്ഞിനടിയിൽ മൂടപ്പെട്ട് കിടക്കുന്ന പല രഹസ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളും ഇതിൽ നിന്ന് ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഗർത്തത്തിന്റെ ഭിത്തികളിൽ കാണുന്ന പാളികളിൽ ലക്ഷക്കണക്കിന് വർഷത്തെ ഭൂഗോള ചരിത്രവും പുരാതന ജീവികളുടെ ഫോസിലും അടങ്ങിയിരിക്കുന്നു. മഞ്ഞുപാളികളുടെ അവശിഷ്ടങ്ങളും അന്നത്തെ കാലത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ തെളിവുകളും ഇതിനുള്ളിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. ചരിത്രാതീത കാലത്തെ ജീവന്റെ ശേഷിപ്പുകളും ഈ മഞ്ഞുപാളികൾക്കുള്ളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലെ കുതിരകൾ, ചരിത്രാതീത കാലത്തെ കാട്ടുപോത്തുകൾ, ഗുഹാസിംഹങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ചുമരുകളിൽ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന കാലത്തെ മരങ്ങളുടെ അവശിഷ്ടങ്ങളും സസ്യങ്ങളുടെ പരാഗരേണുക്കളും ഇവിടെ നിന്നും ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അന്തർഭാഗത്തെ കാലാവസ്ഥാ ചരിത്രം പഠിക്കുവാൻ ഇത് സഹായകരമാണ്. എങ്കിലും ഈ ഗർത്തത്തിന്റെ നിരന്തരമുള്ള വളർച്ച മനുഷ്യരാശിക്ക് നൽകുന്ന അപായ സൂചനയും ചെറുതല്ല. ഗർത്തം വലുതാകും തോറും അതിനുള്ളിൽ നൂറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയിരുന്ന വലിയ അളവിലുള്ള കാർബണും ഹരിതഗൃഹവാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് തുറക്കപ്പെടും. ഇത് ആഗോളതാപനത്തിന്റെ വേഗം ഇനിയും വർദ്ധിപ്പിക്കുമെന്നും ആശങ്കയും ശാസ്ത്രലോകം പങ്കുവയ്ക്കുന്നുണ്ട്. ഭൂമി ചൂടുപിടിക്കുന്നതിന്റെ ആഘാതം എത്രത്തോളം ഭീകരമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് യാക്കുട്ടിയിലെ ഈ ഗർത്തം. ആഗോളതാപനത്തെ പ്രതിരോധിക്കുവാൻ കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരം ഭീമൻ ഗർത്തങ്ങൾ ഭൂമിയിൽ രൂപപ്പെടാമെന്ന മുന്നറിയിപ്പും ശാസ്ത്രലോകം നൽകുന്നു.